ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ആർപ്പുവിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ. ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് അഥവാ ഗേറ്റ് എക്സാം 2026ന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെയോ മറ്റ് സർക്കാർ ഏജൻസികളുടെയോ ധനസഹായം ലഭിച്ചേക്കാവുന്ന ചില കോഴ്സുകളിലേക്കുള്ള ഒരു ദേശീയ പരീക്ഷയാണ് ഗേറ്റ് എന്ന് പറയുന്നത്. ഗേറ്റ് ഒരിക്കലും ഒരു പ്രവേശന പരീക്ഷയല്ല, മറിച്ച് നിങ്ങളുടെ യോഗ്യത നിർണ്ണയിക്കുന്ന ഒരു പരീക്ഷ. അത് മാത്രമാണ് ഗേറ്റ് എക്സാമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നല്ലൊരു ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് IITs, NITs പോലുള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ MTechോ MSCയോ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. കൂടാതെ സ്റ്റൈഫൻഡോട് കൂടെ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളും ഉണ്ട്. ഇത് ഉപരിപഠനത്തിന് മാത്രമല്ല, നമുക്ക് ഒരു ജോലിപരമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് PSUs പോലുള്ള ഓർഗനൈസേഷൻസിൽ നമുക്ക് നല്ലൊരു നിയമനം ലഭിക്കാനും ഗേറ്റ് സ്കോർ സഹായകമാകാറുണ്ട്. അപ്പോൾ ഗേറ്റ് 2026ന്റെ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്താണ് വേഗം നോക്കാം. അപ്പോൾ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ബി സ്റ്റഡിങ് ഇൻ ദ തേർഡ് ഓർ ഹയർ ഇയർ ഓഫ് എനി അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാം. അതായത് തേർഡ് ഇയറോ അതിന് കൂടുതൽ ഇയറിൽ പഠിക്കുന്ന ഏതൊരാൾക്കും ഗേറ്റ് എക്സാം എഴുതാൻ സാധിക്കും. കൂടാതെ എഞ്ചിനീയറിംഗ്, ടെക്നോളജി, ആർക്കിടെക്ചർ, സയൻസ്, കൊമേഴ്സ്, ആർട്സ് ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ഡിഗ്രി കഴിഞ്ഞവർക്കും ഗേറ്റ് എക്സാം എഴുതാവുന്നതാണ്. ഇതിനൊരു പ്രായപരിധി ഇല്ല ഈ ഒരു എക്സാമിന്. കൂടാതെ ഇത്രയും പേപ്പേഴ്സിനാണ് ഗേറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അങ്ങനെ തുടങ്ങുന്ന കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. അത്രയും പേപ്പേഴ്സിനാണ് ഗേറ്റ് 2026 ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. കൂടാതെ ഒരാൾക്ക് ഒരു പേപ്പർ അല്ലെങ്കിൽ 1 or 2 പേപ്പർ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ അപ്ലൈ ചെയ്യേണ്ടത് ഒറ്റത്തവണ മാത്രമാണ്. 2 പേപ്പർ കോമ്പിനേഷൻസ് ഇൻ ഗേറ്റ് 2026. അതിൽ ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഫീസും അതുപോലെ തന്നെ ഒരു പേപ്പറിനുള്ള 1000 rupees ആണെങ്കിൽ 2 പേപ്പറിനാവുമ്പോൾ നമ്മളത് ട്വൈസ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ച ഏത് ഫീൽഡാണോ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പേപ്പേഴ്സ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അതിൻ്റെ കോമ്പിനേഷൻസ് എല്ലാം സൈറ്റിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സിലബസും ബാക്കിയുള്ള ഒരു മോഡൽ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണ്. അതെല്ലാം സൈറ്റിൽ കയറി നോക്കുവാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒന്ന് നോക്കാം. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കുറച്ച് ഡേറ്റ്സ് തന്നിട്ടുണ്ട്, പക്ഷേ അതിന് കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ പുതുതായിട്ട് കിട്ടിയ ആ ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 7, 8, 14, 15 എന്നീ തീയതികളിലാണ് എക്സാമിനേഷൻ വരുന്നത്. കൂടാതെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് തുടങ്ങിക്കഴിഞ്ഞു ഓഗസ്റ്റ് 28-നായിരുന്നു. അത് ആദ്യം ഓഗസ്റ്റ് 25-നായിരുന്നു, പിന്നീട് അത് ഓഗസ്റ്റ് 28-ലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത്, ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 28-നാണ്. സെപ്റ്റംബർ 28, അതും സെപ്റ്റംബർ 25 ആയിരുന്നു, അത് മാറ്റിയിട്ടാണ് സെപ്റ്റംബർ 28-ലേക്ക് വന്നിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ എക്സ്റ്റെൻഡഡ് പീരീഡ്, അതായത് ലേറ്റ് ഫീയോട് കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് അതെന്ന് പറയുന്നത് ഒക്ടോബർ 9 ആണ്. ഓക്കെ, അപ്പോൾ ലേറ്റ് ഫീ ഉണ്ടാകും. സെപ്റ്റംബർ 28 കഴിഞ്ഞ് നമ്മൾ അപ്ലൈ ചെയ്യാൻ ഇരിക്കുവാണെങ്കിൽ ഒരു ലേറ്റ് ഫീയോട് കൂടിയായിരിക്കും. ആ ലേറ്റ് ഫീയോട് കൂടിയുള്ളതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഒക്ടോബർ 9 എന്ന് പറയുന്നത്. ഇനി റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് അതായത് മാർച്ച് 19-നാണ്. ഫെബ്രുവരിയിൽ എക്സാം നടക്കുന്നു, പിന്നെ മാർച്ച് 19-നായിരിക്കും റിസൾട്ടിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നത്. ഇനി ഈ ഡേറ്റ്സ് എല്ലാം തന്നെ മാറാൻ ചാൻസും ഉണ്ട്, പക്ഷേ ഇതുവരെ നമുക്ക് ഈ ഡേറ്റ്സ് ആണ്, ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി ഡേറ്റ്സ് മാറാനും ചാൻസ് ഉള്ളത് കൊണ്ട് അത് ഓരോ അപ്ഡേറ്റ്സും നമുക്ക് സൈറ്റിൽ കൃത്യമായിട്ട് നോക്കുക. ഇനി ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ഫീമെയിൽ, SC, ST, PWD ഈ കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിൻ്റെ ഫീ എന്ന് പറയുന്നത് റെഗുലർ പീരീഡിലുള്ള, അതായത് വിത്തൗട്ട് ലേറ്റ് ഫീ എന്ന് പറയുന്നത് 1000 ആണ്. ഇനി എക്സ്റ്റെൻഡഡ് പീരീഡിലേക്ക് വരുമ്പോൾ അത് 1500 ആകും. പിന്നെ അതർ കാൻഡിഡേറ്റ്സ്, ഈ കാറ്റഗറിയിൽ പെടാത്ത എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും റെഗുലർ പീരീഡിൽ വരുന്നത് 2000-ഉം എക്സ്റ്റെൻഡഡ് പീരീഡിൽ വരുന്നത് 2500-ഉം ആണ്. ഇനി ഒരാൾക്ക് 2 പേപ്പേഴ്സ് വരെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്താൽ മതി.
അപ്പോൾ ഏത് കോമ്പിനേഷൻ വേണമെന്ന് നോക്കാം, അല്ലെങ്കിൽ ഒറ്റ പേപ്പർ എഴുതാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഡിഗ്രിയിൽ ഏതാണ് പഠിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു പേപ്പേഴ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ സിംഗിൾ പേപ്പറിൻ്റെ ഫീ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2 പേപ്പേഴ്സ് എഴുതുന്നവർക്ക് 2 പ്രാവശ്യമായിട്ട് ഈ ഫീ പേ ചെയ്യേണ്ടി വരും. അതായത് എമൗണ്ട് ട്വൈസ് ആയിരിക്കും, ഇതിൻ്റെ ട്വൈസ് എമൗണ്ട് ആയിരിക്കും നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ഡേറ്റ്സ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി വരുന്ന ഗേറ്റ് 2026 നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, അതിനുള്ള ടൈമുണ്ട്. അപ്പോൾ ഇനിയും എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം സൈറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് CCയുടെ ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഗേറ്റ് എക്സാം എല്ലാവർക്കും ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ആർപ്പുവിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ.